കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 കേരളത്തെ സംബന്ധിച്ചിടത്തോളം 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ തോതിലുള്ള ഒരു മത്സരം അല്ലെങ്കിൽ ഏറ്റവും വലിയ തോതിലുള്ള ഒരു ത്രികോണ പോരാട്ടം ഈ പറയുന്ന തോതിൽ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ തോതിൽ നടക്കുന്ന ഒരു മണ്ഡലമെന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. കാരണം മഞ്ചേശ്വരത്ത് വിജയിക്കുന്നതാരായാൽ തന്നെയും ഭൂരിപക്ഷം വളരെ ചുരുങ്ങിയതായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അതുപോലുള്ള ഒരു ടൈറ്റ് മത്സരമാണ് മഞ്ചേശ്വരത്ത് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. BJPക്ക് ഏറെ സ്വാധീനമുള്ള ഒരു സ്ഥലം, അതോടൊപ്പം തന്നെ വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് മാത്രം വിജയിക്കുന്ന ഘട്ടത്തിലെത്തി പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് BJP സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം. രണ്ടാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് മഞ്ചേശ്വരം. ഇതുവരെയുള്ള മത്സരങ്ങൾ നോക്കുമ്പോഴത്തേക്കും അത്രത്തോളം വോട്ട് ശതമാനം ഉയരുന്ന ഒരു സ്ഥലം മഞ്ചേശ്വരം. അവിടെ തീർച്ചയായിട്ടും ഇത്തവണ എന്ത് മാറ്റമാണ്, എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്? അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത്. അവിടെ UDF മുസ്ലിം ലീഗ് വീണ്ടും വിജയം തുടരുമോ, അതല്ല അവിടെ ഒരു അട്ടിമറി മുന്നേറ്റവുമായിട്ട് അവിടെ BJP വിജയിക്കുമോ, LDFന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി നേട്ടം അവിടെ ഉണ്ടാക്കാൻ സാധിക്കുമോ? കാരണം തുടരെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന LDFന് ഇത്തവണ എങ്കിലും ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ എന്നുള്ള നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥലം മഞ്ചേശ്വരം. ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ദേശീയ സർവേ റിസൾട്ടുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ മഞ്ചേശ്വരം പോലുള്ള ഒരു സ്ഥലം വളരെ ഹൈലൈറ്റ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മഞ്ചേശ്വരത്തെ ഒരു റിസൾട്ട് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, സർവേ റിസൾട്ട് നോക്കേണ്ടത്. അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്തെ ഒരു പൂർവ്വകാല ചിത്രം എന്താണ് എന്നുള്ളത്, മഞ്ചേശ്വരം ആർക്കൊപ്പമായിരുന്നു അല്ലെങ്കിൽ മഞ്ചേശ്വരത്തിൻ്റെ ചായ്വ് ഏത് തരത്തിലാണ് എന്ന് നോക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിൽ 2006 മുതൽ നോക്കുമ്പോഴത്തേക്കും മഞ്ചേശ്വരത്ത് CPIM ആയിരുന്നു വിജയിച്ചത്. അപ്പോഴും BJP രണ്ടാം സ്ഥാനത്തായിരുന്നു. വളരെ കൃത്യമായിട്ടുള്ള വോട്ട് BJPക്ക് അപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ജയിച്ച CPIM 39,242 വോട്ട് നേടിയപ്പോൾ BJP 34,413 വോട്ട് നേടിയിട്ടുണ്ടായിരുന്നു. IUML അന്ന് മൂന്നാം സ്ഥാനത്തായിരുന്നു, 34,186 വോട്ടുകളായി. അതോടൊപ്പം തന്നെ അത് 2011 ആയപ്പോഴത്തേക്കും IUML 49,817 വോട്ടുകളുമായി വിജയിച്ച് കയറി. BJP അപ്പോഴും രണ്ടാം സ്ഥാനത്ത് 43,989 വോട്ടുകൾ. അവിടെ ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു 35,067 വോട്ടുകളുമായിട്ട്. പിന്നെ അത് 2016 വന്നപ്പോഴത്തേക്കും അവിടെ IUML വിജയിക്കുകയുണ്ടായി, 56,870 വോട്ടുകൾക്ക് വിജയിക്കുകയുണ്ടായി. അവിടെ BJP 56,781 വോട്ടുകൾ നേടി. അതായത് വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ അന്ന് IUML വിജയിച്ചത്. അതും ഒരു അട്ടിമറി എന്ന് പറയേണ്ടി വരും. ആ ഒരു തരത്തിൽ അവിടെ ഇടതുപക്ഷം അന്ന് മൂന്നാം സ്ഥാനത്തായിരുന്നു, 42,565 വോട്ടുകൾ. അവിടെ 2019 ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴത്തേക്കും അവിടെ IUML വിജയിക്കുകയുണ്ടായി, 65,407 വോട്ടുകൾ നേടിയിട്ടുണ്ടായിരുന്നു. അന്ന് BJP അന്ന് 57,484 വോട്ടുകളായിരുന്നു. CPIM അന്ന് 38,233 വോട്ടുകളായിരുന്നു നേടിയത്, മൂന്നാം സ്ഥാനത്തായിരുന്നു. എന്നാൽ 2021 ആയപ്പോഴത്തേക്കും അവിടെ IUML വീണ്ടും വിജയിക്കുകയുണ്ടായി, 65,858 വോട്ടുകൾ നേടി. അന്ന് BJP 2021 വീണ്ടും വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് മാത്രം രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 65,000-ലധികം വോട്ടുകൾ അന്നും BJP നേടി. മൂന്നാം സ്ഥാനത്ത് അന്ന് ഇടതുപക്ഷമായിരുന്നു, 40,000-ലധികം വോട്ടുകളായിരുന്നു നേടിയത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം, BJP തോൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കാണ്. അതുകൊണ്ട് തന്നെയും മഞ്ചേശ്വരം പോലുള്ള സ്ഥലത്ത് പല അട്ടിമറികളും സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന സംശയമില്ല. പ്രത്യേകിച്ച് അവിടെ ഈ വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത് സുരേന്ദ്രനാണ് എന്നുള്ളതാണ്. അതായത് സുരേന്ദ്രൻ 2016 നോക്കുമ്പോഴത്തേക്കും 2021 നോക്കുമ്പോഴത്തേക്കും വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെട്ടു പോയത് തന്നെ. അതുകൊണ്ട് തന്നെ 2026 ആകുമ്പോഴത്തേക്കും ഇവിടെ എന്ത് അട്ടിമറിയാണ് സംഭവിക്കുന്നത്? വീണ്ടും സുരേന്ദ്രൻ അവിടെ മത്സരിക്കാനായിട്ട് വരുന്നു. അവിടെ IUML, CPIM അതോടൊപ്പം തന്നെ BJP സ്ഥാനാർത്ഥികളെ എല്ലാം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ പറയുന്ന തോതിൽ എന്ത് തരം അട്ടിമറിയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഇത്തവണ പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും, സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു കടുത്ത പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രവചനാതീതമായിരിക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് അവിടെ
ഒരു അവസാന ലാപ്പ് വരെയും വളരെ വലിയ തോതിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും മഞ്ചേശ്വരത്ത് നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ റിസൾട്ട് സൂചിപ്പിക്കുന്ന പ്രകാരം വളരെ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് BJPക്കാണ് എന്നുള്ളതാണ് സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതും IUML 2ാം സ്ഥാനത്തും CPIM 3ാം സ്ഥാനത്തും എന്നുള്ള തരത്തിലാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ വളരെ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് അട്ടിമറിയും സംഭവിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു സർവേ റിസൾട്ടിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം അവസാന നിമിഷം വരെയും കാത്തിരിക്കേണ്ട ഒരു സ്ഥലമായിട്ട് മഞ്ചേശ്വരം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ BJPക്ക് വളരെ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ടത്. അതായത് പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു സർവേ റിസൾട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരു കടുത്ത പോരാട്ടമായിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇടതുപക്ഷ വോട്ടുകളാണ്. ഇടതുപക്ഷ വോട്ടുകൾ ഇത്തവണ ആരെ സഹായിക്കും? അത് ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷം എത്ര വോട്ടുകൾ നേടും, ആ വോട്ടുകളൊക്കെ തന്നെ ഏത് പാർട്ടിയിൽ നിന്നായിരിക്കും, അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ വോട്ടുകൾ മറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അത് BJPയിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ IUMLലേക്കോ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അവിടെ ഒരു അട്ടിമറി സംഭവിക്കും. ഇത്തവണ അത് ആർക്ക് അനുകൂല ഘടകമായി മാറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് BJPക്ക് അനുകൂലമാകുമോ അതല്ല അത് IUMLന് അനുകൂലമാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന പ്രകാരം വളരെ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കമാണ് BJPക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു വിജയ സാധ്യത അല്ലെങ്കിൽ വിജയ ശതമാന കണക്ക്, ഒരു വിജയ സാധ്യത കണക്ക് നോക്കുമ്പോഴത്തേക്കും BJPയെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 38% വിജയ സാധ്യത കൊടുത്തിരിക്കുന്നത്. അതേസമയം IUMLന് കൊടുത്തിരിക്കുന്നത് 37%. ഇവിടെ ഇടതുപക്ഷത്തിന് കൊടുത്തിരിക്കുന്നത് 25%. അപ്പോൾ നോക്കുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യത്യാസം അവിടെ കാണപ്പെടുന്നുണ്ട്. ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ IUMLും BJPയും തമ്മിൽ. IUML BJP തമ്മിൽ കടുത്ത പോരാട്ടമായിരിക്കും. എന്തട്ടിമറിയും അവിടെ സംഭവിക്കാമെന്നുള്ളത് തന്നെയാണ് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ വോട്ടുകൾ നിർണായകമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഈ ഒരു ശതമാനക്കണക്ക് നോക്കുമ്പോഴത്തേക്കും, വിജയ ശതമാനക്കണക്ക് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. റിയാലിറ്റി അതോടൊപ്പം തന്നെ ഒരു ജനങ്ങളുടെ യഥാർത്ഥ വിധി എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. സർവേ റിസൾട്ടിൽ പോലും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരു വലിയ തോതിലുള്ള ഒരു അട്ടിമറി അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും മഞ്ചേശ്വരം പോലുള്ള ഒരു സ്ഥലത്ത് അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ സീറ്റ് ആര് നേടുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെയും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. ഒരു ഹാട്രിക് പോരാട്ടത്തിനായിട്ടാണ് അവിടെ സുരേന്ദ്രൻ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. ആദ്യത്തെ 2 പ്രാവശ്യവും വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് പരാജയപ്പെടേണ്ടി വന്ന സുരേന്ദ്രന് 3ാം തവണ ഇത് നേടാനാകുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. സോ കണ്ടറിയാം എന്തായിരിക്കും മഞ്ചേശ്വരത്ത് സംഭവിക്കാൻ പോകുന്നത്. UDF നേട്ടമുണ്ടാക്കുമോ അതല്ല BJP ഒരു അട്ടിമറി നേട്ടമുണ്ടാക്കുമോ അതല്ല LDFനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം, അതായത് 1ാം സ്ഥാനത്തെത്തിയില്ലെങ്കിൽ പോലും 2ാം സ്ഥാനത്തേക്കെങ്കിലും എത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അതല്ല വീണ്ടും പരാജയപ്പെട്ടു പോകുന്ന 3ാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കേണ്ടി വരുന്ന വോട്ട് ശതമാനം വീണ്ടും കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും ആ വോട്ട് ഈ പറയുന്ന തോതിൽ ഏത് പാർട്ടിയിലേക്കായിരിക്കും പോകുന്നത് എന്നുള്ളതും കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.